നമസ്കാരം. കിറ്റി കാറ്റ് ആരോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത 24 മണിക്കൂർ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് തൊട്ടുള്ള 24 മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്താണ് വരുന്നത്. ഇവിടെ ഒരു സോറോ കാണുന്നുണ്ട്. ഭയങ്കരമായി സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു എനർജിയാണിത്. ഇവിടെ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട്. അപ്പോൾ ആരോ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുള്ള ഒരാളോട് ഭാര്യയും കുട്ടിയുമുള്ള ഒരാളുമായിട്ടാണ് നിങ്ങൾ ബന്ധത്തിലിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും സങ്കടമാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു ഡെത്ത് കാർഡ് കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു ബന്ധത്തിന്റെ അവസാനം 24 മണിക്കൂറിനുള്ളിൽ നടക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ വ്യക്തിയുടെ ഭാര്യയോ കുഞ്ഞോ അല്ലെങ്കിൽ ഭർത്താവോ കുഞ്ഞോ നിങ്ങളുടെ ബന്ധം കണ്ടുപിടിക്കാനും അതോടുകൂടി റിലേഷൻഷിപ്പ് അവസാനിക്കാനും ചാൻസ് ഉണ്ട്. അത് ഭീകരമായ ഒരു സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. 24 മണിക്കൂറിനുള്ളിൽ ഒരു ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഹോപ്പാണ്. ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് പലരുടെ റീഡിംഗ് ആയിരിക്കാം. ഫ്രണ്ട്സിനോട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. അവരുടെ സപ്പോർട്ട് നിങ്ങൾ എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു ഗിഫ്റ്റ്, ഇത് ഒരാളുടെ റീഡിംഗ് ആയിരിക്കാം, ഇത് രണ്ടാമത്തെ ആളുടെ റീഡിംഗ് ആയിരിക്കാം. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ബർത്ത്ഡേ ആണ്, ആരും ആലോചിക്കുന്നില്ല എൻ്റെ കാര്യം, ഇന്ന് ബർത്ത്ഡേ ആണ്, 12 മണിക്ക് എല്ലാവരും മീറ്റ് ചെയ്ത് ഇതുവരെ ആരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്നെ. പക്ഷെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ പുറകിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ഭയങ്കര സങ്കടത്തിലാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഒക്കെ അവർ തരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് മൂന്നാമത്തെ ആൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. വളരെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. പണത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാരോ അല്ലെങ്കിൽ ആരോ നിങ്ങളുടെ അടുത്ത് നിന്ന്, നിങ്ങൾ ഒരു ബിസിനസ് നടത്തുന്ന ആളാണെങ്കിൽ, വേറെ ആരുടെയും കീഴിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളുടെ എംപ്ലോയി ആയിട്ടുള്ള ആരോ കുറെ പണം മോഷ്ടിച്ചിട്ടുണ്ടാവാം. അപ്പോൾ പക്ഷെ അത് നിങ്ങളുടെ തലയിൽ വന്നത് കൊണ്ട് നിങ്ങൾക്ക് അതിന് തെളിവില്ല. എങ്ങനെ ഇതിനകത്ത് രക്ഷപ്പെടണം നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ഒരു ഡയറായ ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നത് കണ്ടോ. ഡെസ്പറേഷനിൽ എടുക്കുന്ന ആക്ഷനാണ്. ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ. എല്ലാവരും തെറ്റ് ചെയ്യുന്നവർ പിടിക്കപ്പെടും. അപ്പൊ നിങ്ങൾ അതിന് സമയം കൊടുക്കുക. നിങ്ങൾ അല്ലാതെ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കരുത്. അപ്പൊ 24 മണിക്കൂറിനുള്ളിൽ ഇത് കണ്ടെത്തും കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതിന് മുമ്പ് നിങ്ങൾ ഒരു വ്യക്തിഗത ആക്ഷനും എടുക്കരുത്. ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, എല്ലാം ശരിയായി വരും കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. താങ്ക് യു.